നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ചക്കുപ്പേരിയാണ് കേട്ടോ ഇത്. പലരും ചിലപ്പോൾ മെഴുക്ക് പുരട്ടി എന്ന് പറയും, ഇവിടെ ചക്കുപ്പേരി എന്നാട്ടോ പറയാം. ഭയങ്കര ടേസ്റ്റിയായ ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത ചക്കയാണ് കേട്ടോ. അതുപോലെ തന്നെ നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ചക്കയാട്ടോ, കാരണം നന്നായി മൂത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുവാണേ. നമ്മുടെ ചക്കയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ചക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയൂല്ലേ, പിന്നെ എന്തിനാ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും. അറിയാത്തവരുണ്ട് കേട്ടോ. കാരണം ഞാനും ഇങ്ങനെ അറിയാണ്ട് ഓരോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ പഠിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലുള്ളവരുണ്ടാവും. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കണം എന്നല്ല കേട്ടോ. അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് ഞാൻ ഉണ്ടാക്കണതുകൊണ്ടാണ് നമുക്ക് ഒരു ഉഷാറില്ലാത്തത്. ഉറക്കം വീണ്ടും കുറച്ച് നേരം കൂടി ഉറങ്ങിയാൽ കൊള്ളായിരുന്നു എന്നൊരു മനസ്സിലങ്ങനെ കിടക്കണമുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഉഷാറില്ലാണ്ടിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരുവിധം കറികളിലൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട്. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പ് ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുത്തു. കറികളിലോട്ടൊക്കെ ഒരുവിധം ഞാൻ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലോട്ട് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കപ്പ് കാണുമ്പോൾ വിചാരിക്കും വലുതാണെന്ന്. വലുതല്ല കേട്ടോ, കുഞ്ഞു കപ്പാണ്. അത്രയും മതി കേട്ടോ വെള്ളം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മൾ ഗ്യാസിൽ വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നന്നായിട്ട് അത് വെന്തു. കാരണം നന്നായി മൂത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വേവുന്നുമുണ്ട്. അതുപോലെ തന്നെ കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ പലരും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാറേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ വേവിച്ചെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ആവി കയറ്റി എടുക്കാറുണ്ട്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാറുമുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് കാച്ചാനുള്ളതൊക്കെ ഒന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വെന്ത് കുഴഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കിട്ടിയേക്കണത്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ മോള് ഹെയർ സ്റ്റൈൽ കാണിക്കാൻ വന്നതാണ്. എന്നെ ഒന്ന് ക്യാമറയിലോട്ട് കാണിക്കാം അമ്മേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ്. എന്തൊക്കെയോ തലയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ കാച്ചാനായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ധാരാളം എടുക്കണം കേട്ടോ. കുറച്ചല്ല, കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അരിഞ്ഞെടുക്കരുത്, ചതച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂടുക. അപ്പം നന്നായിട്ട് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് വേണം കേട്ടോ. നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ വേണം. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചെണ്ണയും വേണം. അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ രീതിയിൽ വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായി മൂത്ത് വന്ന ശേഷം മാത്രമേ നമുക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും ഇടാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 3 തണ്ടോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കറിവേപ്പിലയൊക്കെ. ഇതിന് ഈ ഉപ്പേരിക്ക് എല്ലാം കുറച്ച് കൂടുതൽ ഇടണതാണ് കേട്ടോ. വെളിച്ചെണ്ണ ആയാലും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കുറച്ച് അധികം ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണത്. അപ്പം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ നേരത്തെ പൊടിപ്പിച്ച് വെച്ച ചില്ലി ഫ്ലേക്സൊക്കെ ചീത്തയായിപ്പോയി. എന്താണെന്നറിയില്ല, മഴയായിട്ടാണോ എന്താണെന്നറിയില്ല, നനവ് തട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രഷായിട്ടൊന്ന് പൊടിപ്പിച്ചെടുത്തതാണ്. ഒരുപാട് പൊടിയാക്കിയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കിലുകിലാന്ന് സൗണ്ട് കേൾക്കില്ല, അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി മൂപ്പിച്ചെടുക്കണേ. ഇപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കുവാണ്. ചക്ക ഇട്ട് കൊടുത്ത് കുറച്ചീശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചിലർക്കാണെങ്കിൽ ചക്ക ഡ്രൈ ആയിട്ട് ഇരിക്കണം ഇഷ്ടം കേട്ടോ. എനിക്ക് കുറച്ച് കുഴമ്പ് പോലെയൊക്കെ ഉള്ള ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ചൂടുവെള്ളമായാലും പച്ചവെള്ളമായാലും കുഴപ്പമില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടൻ ചായ. ഈ ഉപ്പേരിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കുപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.